നമസ്കാരം. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതിയായ അഫാനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോലീസ് സെല്ലിൽ കഴിഞ്ഞ 7 ദിവസമായി ചികിത്സയിലായിരുന്നു പ്രതിയായ അഫാൻ. മെഡിക്കൽ ബോർഡ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അഫാനെ ആശുപത്രിയിൽ നിന്ന് മാറ്റിയത്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് കോടതിയിൽ ഉടൻ അപേക്ഷ നൽകും. ദിവസേന 10,000-ഓളം രൂപ വിവിധ സാമ്പത്തിക ഇടപാടുകൾക്ക് നൽകേണ്ടത്ര കടക്കണിയിലായിരുന്നു അഫാൻ എന്നാണ് കണ്ടെത്തൽ. പ്രതിദിന പിരിവ് അടിസ്ഥാനത്തിലാണ് വായ്പകളിലേറെയും അഫാൻ വാങ്ങിയത്. പാങ്ങോട് താമസിക്കുന്ന സൽമ ബീവിയെ കൊലപ്പെടുത്തി കൈക്കലാക്കിയ സ്വർണം പണയം വെച്ചതിൽ 40,000 രൂപ കല്ലറയിലെ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനിൽ നിക്ഷേപിച്ച ശേഷമായിരുന്നു അഫാൻ പലർക്കും ഗൂഗിൾ പേ വഴി പണം അയച്ചതെന്നും പോലീസ് കണ്ടെത്തി. പണം കൊടുക്കാത്തതിൽ മാണിക്കൽ പഞ്ചായത്തിലെ സഹകരണ സ്ഥാപനത്തിലെ പ്രതിദിന കളക്ഷൻ ഏജന്റും ഉൾപ്പെടുന്നുണ്ട്. കടബാധ്യത സംബന്ധിച്ചുള്ള അഫാന്റെ മൊഴിയും പിതാവ് അബ്ദുൾ റഹീം നൽകിയ വിവരങ്ങളും തമ്മിലുള്ള പൊരുത്തക്കേട് നീക്കാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പ്രതി അഫാന്റെയും പിതാവിന്റെയും മൊഴികളിൽ വൈരുദ്ധ്യമെന്ന നിഗമനത്തിലാണ് പോലീസ്. കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും അടക്കം 5 പേരെ കൊലപ്പെടുത്തിയ പ്രതിയുടെ പിതാവ് അബ്ദുൾ റഹീമിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യത സംബന്ധിച്ച് വ്യക്തത വരുത്താനാവും ചോദ്യം ചെയ്യൽ. പ്രതി അഫാനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാകും റഹീമിനെ വിളിച്ചു വരുത്തുക. മൊഴികളിലെ വൈരുദ്ധ്യം കണക്കിലെടുത്ത് ഇരുവരെയും ഒരുമിച്ചിരുത്തി മൊഴിയെടുക്കാനും സാധ്യതയുണ്ട്. അഫാന്റെ കുടുംബത്തിന് കടബാധ്യതയില്ലെന്നാണ് പിതാവ് അബ്ദുൾ റഹീം ആവർത്തിച്ചു നൽകിയ മൊഴി. തനിക്ക് പണം അയച്ചു തരാറില്ലായിരുന്നുവെന്നും പോലീസിനോട് റഹീം പറഞ്ഞു. 5 ലക്ഷം രൂപ അയച്ചു കൊടുത്തതായി ബാങ്ക് രേഖകളിലുണ്ടെങ്കിലും ബാക്കി 70 ലക്ഷത്തോളം രൂപ എന്തിന് ചെലവിട്ടു എന്നാണ് പോലീസിന് വ്യക്തത വരുത്തേണ്ടത്. പിതാവിന്റെ കടം വീട്ടാൻ തുക ഉപയോഗിച്ചെന്നാണ് അഫാന്റെ മൊഴി. കടം പെരുകിയതിനെക്കുറിച്ച് റഹീമിന് അറിയില്ലായിരുന്നെന്നാണ് പോലീസ് ഇപ്പോൾ കരുതുന്നത്. സഹോദരൻ അക്സാൻ, സുഹൃത്ത് ഫർസാന എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ ഇന്നലെ വെഞ്ഞാറമൂട് SHO RP അനൂപ് കൃഷ്ണ ആശുപത്രിയിലെത്തി അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ലത്തീഫ്, ഫാരിസ്, സജിത ബീഗം എന്നിവരുടെ കൊലപാതകങ്ങളിലാണ് ഇനി അറസ്റ്റ് ബാക്കിയുള്ളത്. സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലായിരുന്നു ആദ്യത്തെ അറസ്റ്റ്. കൊലപാതകം നടന്ന 3 തെളിവെടുപ്പ് ഇതുവരെ നടത്തിയിട്ടില്ല. പ്രതി രാസലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള പരിശോധനയുടെ ഫലവും ഇതുവരെ ലഭിച്ചിട്ടില്ല.